രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ ദേശീയ നേതാവാണ്. അദ്ദേഹത്തിന് BJPക്കെതിരെ ഒരു ഫൈറ്റ് നടത്തുന്നതിന് വേണ്ടിയിട്ട് നോർത്ത് ഇന്ത്യയിൽ മത്സരിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉത്തർപ്രദേശിലെ അമേത്തിയിൽ മത്സരിച്ചിരുന്നു. ഇപ്പോൾ റായ്ബറേലിയിൽ മത്സരിക്കാൻ പോവുകയാണ്. രാഹുൽ ഗാന്ധി അവിടെ മത്സരിച്ച് വിജയിച്ചാലും പിന്നെ അദ്ദേഹം ഇവിടെ വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് മാറുന്നതിനെക്കുറിച്ച് കൃത്യമായ നിലപാട് പാർട്ടി പറഞ്ഞിട്ടുണ്ട്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ തന്നെ തുടരും. ഈ ജനാധിപത്യം തിരിച്ചുപിടിക്കുന്നുള്ള ഒരു പോരാട്ടത്തിൽ രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിൽ മത്സരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം അവിടെ മത്സരിക്കുന്നത്. പോകുന്നതാണ് അവർ എല്ലാവരും പറയുന്നത്. നമുക്കതിനെക്കുറിച്ച് വ്യക്തമായതൊന്നും അറിയില്ല. അഭിപ്രായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ അവിടെ ജയിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് പിന്നീട് ഇവിടെ രാജിവെക്കുകയാണെങ്കിൽ അതൊരു ഇവിടുത്തെ ജനങ്ങളെ വഞ്ചിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ കാണുന്നത്. പിന്നീടൊരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ നമുക്കതൊരു താല്പര്യമില്ലാത്തൊരു കേസാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അവിടെ എന്തായാലും ജയിക്കില്ല, അപ്പോൾ ഇവിടെ രാജിവെക്കേണ്ട കാര്യമില്ലല്ലോ. നോർത്ത് ഇന്ത്യൻസിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങൾ രാഹുൽ ഗാന്ധിനെ എങ്ങനെ കൊണ്ടു നടക്കുന്നു എന്നുള്ളത് പോലെയല്ല നോർത്ത് ഇന്ത്യൻസിൽ. അവിടെ കാര്യം കുറച്ച് വഷളാണ്. കാരണം എന്ന് വെച്ചാൽ പുള്ളീനെ കൊണ്ട് ഇപ്പോൾ എന്താ വെച്ചാൽ ഒരു രാജ്യത്തിൽ നിന്നും നയിക്കാനുള്ള ഒരു പ്രാപ്തിയൊന്നും പുള്ളിക്ക് ഇതുവരെ ആയിട്ടില്ല. ഒരു പാർട്ടീനെ തന്നെ, അവരെ സ്വന്തം പാർട്ടീനെ തന്നെ നേരെ നിന്ന് നയിക്കാൻ പുള്ളിക്ക് കഴിയുന്നില്ല. അതുകൊണ്ടാണ് പാർട്ടിയിൽ നിന്ന് ഓരോരുത്തരായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കോൺഗ്രസിന് വ്യക്തമായിട്ടുള്ളൊരു നേതൃത്വമില്ല. അത് ഇവർക്ക് നന്നായി ബാധിക്കും ഈ തെരഞ്ഞെടുപ്പിൽ. രാഹുൽ ഗാന്ധി വയനാട്ടിനെ അത്രമാത്രം സ്നേഹിക്കുന്നു ഒരാളാണ്. അതുകൊണ്ട് രാജിവെക്കാൻ സാധ്യതയില്ല. ഇവിടെ നല്ല ഭൂരിപക്ഷം കിട്ടി ജയിക്കുന്നതല്ലേ, അവിടുത്തെ അറിയത്തില്ല. അവിടെ എവിടെയാണ് നിൽക്കുന്നത്? അമേഠിയിലാ? അപ്പം ഇവിടെ നല്ല ഭൂരിപക്ഷത്തിലല്ലേ ജയിക്കുന്നത്, അപ്പം സാധ്യതയില്ല. വയനാട്ടിൽ തന്നെ ഉണ്ടാവും. വയനാട്ടിൽ നിന്ന് രാജിവെക്കുമെന്നോ? വയനാട്ടിൽ നിന്ന് രാജിവെക്കൂല. ഇല്ല, രാജിവെക്കേണ്ട കാര്യമില്ല. അത് എൻ്റെ നമുക്കിപ്പോൾ അങ്ങനെ ഒരു അഭിപ്രായമൊന്നുമില്ല. രാഹുൽ ഗാന്ധി അവിടെ മത്സരിക്കുക, അവരുടെ സീറ്റാണ്. ഇവിടെ മത്സരിച്ചപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ്. അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. വയനാട്ടിൽ നിന്ന് അത് തന്നെ അത്ര പുള്ളി വയനാടിനെ കൈവിടില്ല ഒരു വിശ്വാസമുണ്ട്. കാരണം അങ്ങനത്തെ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിൽ പുള്ളിനെ പിടിച്ചെടുത്തിയ വയനാടാണല്ലോ. അതുകൊണ്ട് നമ്മളെ ഇവിടെ ഉറച്ചു നിൽക്കുന്നൊരു വിശ്വാസമുണ്ട്. രാഹുൽ ഗാന്ധിയാണ് ജയിക്കേണ്ടത്. കഴിഞ്ഞ പ്രാവശ്യം മൂപ്പറാണല്ലോ ജയിച്ചത്, നല്ല ഭൂരിപക്ഷത്തിലല്ലേ ജയിച്ചത്. കൈവിടില്ല. എൻ്റെ അഭിപ്രായം തന്നെയാണ്, കൈവിടില്ല. വയനാട് അദ്ദേഹത്തിൻ്റെ ഒരു കുടുംബമാരിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം വയനാട് വിടാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം അദ്ദേഹത്തെ ജനങ്ങളും വയനാട്ടിലെ ജനങ്ങളും അയാളെ നെഞ്ചിലേറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ തിരിച്ച് അദ്ദേഹവും വീട് പോലെ അദ്ദേഹത്തിൻ്റെ ഒരു കുടുംബം പോലെയാണ് ഞങ്ങൾ വയനാട് കാണുന്നത്. അതുകൊണ്ട് അദ്ദേഹം ഇവിടുന്ന് ഒഴിവാക്കില്ലാണെന്ന് നമ്മളെ പ്രതീക്ഷ. രാഹുൽ ഗാന്ധി വയനാട് ഒരിക്കലും കൈവിടുകയില്ലെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമല്ലേ, കാര്യമാണ്. കൈവിടില്ല. അവിടെ ജയിച്ചാലും ഇവിടെ തന്നെ ഉണ്ടാവും അയാൾ മൂപ്പര്. അവിടെ രാജിവെക്കാൻ മതി, ഇവിടെ രാജിവെക്കില്ല. രാഹുൽ ഗാന്ധി ഇപ്പോൾ നമ്മളെ റായ്ബറയിൽ മത്സരിക്കാൻ വേണ്ടി തീരുമാനമെടുത്തിട്ടുണ്ട്. പക്ഷേ വയനാട്ടോടെ മൊത്തം വികാരം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ തന്നെ പിന്നെ അവിടെ ജയിച്ചാലും ഇവിടുത്തെ അങ്ങനത്തെ പിൻവലിക്കരുത് എന്നാണ്. അതാണ് പൊതുവായിട്ടുള്ള അഭിപ്രായം. എല്ലാവരും രാഹുൽ ഗാന്ധിക്ക് ഒപ്പമാണ് ഉള്ളത്. വയനാട്ടിൽ വൻ ഭൂരിപക്ഷത്തോടുകൂടി രാഹുൽ ഗാന്ധി വിജയിക്കുമ്പോൾ പിന്നെ അവിടെ തൽക്കാലം മാറ്റിവെച്ച് ഇവിടെ നിന്ന് ഉള്ള സ്ഥാനാർത്ഥിത്വം അംഗീകരിക്കാൻ വേണ്ടത് ചെയ്യണമെന്നാണ് പറയാനുള്ളത്. എൻ്റെ അഭിപ്രായത്തിൽ രാഹുൽ ഗാന്ധി ഇവിടുന്ന് പേടിച്ചോടുന്ന ഒരു സിറ്റുവേഷൻ കാണുന്നത്. വയനാടൻ ജനതയെ പറ്റിക്കാനുള്ള ഏറ്റവും വലിയ ഇതാണ് കാണുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്രയും നേരം ഇതാക്കി BJPനെ പേടിയാന്ന് പറഞ്ഞ് ലാസ്റ്റ് BJPനെയും ഒന്നും അല്ലാതാക്കുന്ന ഒരു നിലയിലേക്കാണ് രാഹുൽ ഗാന്ധി പോകുന്നത്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് പേടിച്ചോടിയാണ്, അത് മാത്രമേ പറയുള്ളൂ. പിന്നെ ആദ്യം അത് തന്നെ ചെയ്യുന്നത്. വയനാട്ടിൽ വന്ന് വയനാടൻ ജനത പറ്റിക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. രാഹുൽ ഗാന്ധി എന്തിനു വേണ്ടി വയനാട്ടിൽ വന്ന് മത്സരിച്ചു എന്നുള്ളത് കൃത്യമായിട്ട് ബോധ്യമായിട്ട് രാഹുൽ ഗാന്ധി വ്യക്തമാക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ അദ്ദേഹത്തിൻ്റെ നിലപാടാണ്. രാഹുൽ ഗാന്ധി നോർത്ത് ഇന്ത്യയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് അവിടെ ജയിച്ചാലും വയനാട്ടിൽ നിന്ന് രാജിവെക്കില്ല. വയനാട് രാഹുൽ ഗാന്ധിൻ്റെ തറവാടാണ്. തറവാട് എന്നല്ല, ഈ നാട്ടിൽ എല്ലാവർക്കും രാഹുൽ ഗാന്ധിന് അത്ര പ്രിയകരമാണ്. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിക്കും. അതുകൊണ്ട് അവിടുന്ന് ജയിച്ചാലും വയനാട്ടിൽ നിന്ന് രാഹുൽ ഗാന്ധി രാജിവെക്കില്ല എന്നുള്ളത് ഞങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്.